ഹലോ വ്യൂവേഴ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾട്രോസിൻ്റെ മൈലേജാണ്. ഏകദേശം 2 മാസമായി പുതിയൊരു വീഡിയോ ചെയ്തിട്ട്. നമുക്ക് ലോക്ക്ഡൗൺ സമയത്തുള്ള സമയം പോലെയല്ല, ഇന്ന് വരുമാനത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ഓടി നടക്കുന്ന സമയങ്ങളാണ്. കാരണം 6 മാസക്കാലമായി നിർത്തിയിട്ടിരിക്കുന്നതായിരുന്നു പല വർക്കുകളും. അപ്പോൾ ആ വർക്കുകളെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ടെക്നീഷ്യനാണ്. അതുമാത്രമല്ല CCTV ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു കമ്പനിയും 1-2 കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാഗായത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴാണ് അടുത്ത വീഡിയോ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആൾട്രോസിൻ്റെ ഫാൻ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് നിർത്തിയിട്ട് പോകാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കിത് കിട്ടിയെന്ന്. അപ്പോൾ അതിൽ കൂടുതൽ ഇന്ന് യൂട്യൂബ് ചെയ്യുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി ഫ്രണ്ട്സ് ഇതിലൂടെ ലഭിച്ചു, ഗൾഫ് കൺട്രീസിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മളെ മലയാളികൾ അവർ നാട്ടിൽ വരുമ്പോൾ ഈ വാഹനത്തിനെക്കുറിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഏകദേശം 12ഓളം വാഹനങ്ങളാണ് എൻ്റെ അറിവിലൂടെ എല്ലാം ഡെലിവറി എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലരും വിളിച്ച് വണ്ടി എടുത്തതും എടുക്കാൻ പോകുന്നതും എന്നെ തന്നെ ക്ഷണിച്ചിട്ട് ഒരു സുഹൃത്ത് വാഹനം എടുത്തിട്ടായിരുന്നു. ലോഞ്ച് ചെയ്യുമ്പോൾ സാറോടെ ഞാൻ കൂടെ വരണം എന്നുള്ളത് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വണ്ടി എടുത്തു. അതിൻ്റെ പിക്ചറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വാഹനം ഭയങ്കര നല്ല ബുക്കിങ്ങാണ്. ഇപ്പോൾ ഏകദേശം 2, 3 മാസം 4 മാസമൊക്കെ ചിലർ വെയിറ്റിംഗ് ആണ് അവർക്ക് ഈ ആൾട്രോസിന് ബുക്ക് ചെയ്തവർ. പഴയ ടാറ്റയല്ല എന്നുള്ളത് ബോധ്യത്തോടു കൂടിയാണ് എല്ലാവരും വാഹനം എടുക്കുന്നത്. കാരണം ഒരു ടാറ്റയുടെ സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ടാറ്റയുടെ ഇപ്പോഴത്തെ പെർഫോമൻസും സ്റ്റൈലൊക്കെ ആകെ കൂടെ മാറിയതുകൊണ്ട് ടാറ്റ 4-ാം സ്ഥാനത്ത് 5-ാം സ്ഥാനത്തൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2-ാം സ്ഥാനത്ത് 3-ാം സ്ഥാനത്തൊക്കെ എത്തി. 3-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്ത് എത്തിയെന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ 4 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഷോറൂമിൽ നിന്നും. ഇപ്പോൾ പാലക്കാട് ഒരു ഷോറൂം KVR ഷോറൂം ഇല്ലായിരുന്നു. തൃശ്ശൂർ ഷോറൂമിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു. ഇപ്പോൾ KVR നെക്സ്റ്റ് മന്ത് ഓപ്പൺ ചെയ്യുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കമ്പനി സൈഡിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസം ഓപ്പൺ ചെയ്യുന്നതും ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ, നമുക്ക് ഇന്നത്തെ വീഡിയോ ആൾട്രോസിൻ്റെ ഒരു മൈലേജാണ്. അടുത്ത് 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ 50 കിലോമീറ്റർ പോയ ശേഷം പിന്നെയും ഫുൾ ടാങ്ക് ഫീൽ ചെയ്ത് അതിൽ ഇടയ്ക്കുള്ള കാൽക്കുലേഷൻ പോരാന്ന് എനിക്ക് തോന്നി. അതൊരു കൃത്യമാണെങ്കിൽ പോലും നമുക്ക് റോഡ് ഇപ്പോൾ നല്ലൊരു ഹൈവേ ആണെങ്കിൽ ഇൻക്രീസ് ആയിട്ട് കിട്ടും. പക്ഷേ അങ്ങനെയല്ല. ടോട്ടലി ഒരു വണ്ടി വയ്ക്കുന്ന ആൾക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പെട്രോളിന് മൈലേജ് കിട്ടുന്നുണ്ട്, ഹിൽസ് ഏരിയയിൽ എങ്ങനെയാണ്, സിറ്റി ഡ്രൈവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൈവേ കുറച്ച് ലോങ് ഡ്രൈവ് ഹൈവേയിൽ എങ്ങനെയാണ്. അപ്പോൾ ആവറേജ് ഒരു മൈലേജാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഒരു മൈലേജ് മാത്രമല്ല ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. എൻ്റെ 1-2 ട്രിപ്പ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത് തന്നെ ഹിൽസ് ഏരിയ എങ്ങനെയാണെന്നുള്ള പെർഫോമൻസ് നോക്കണം. നമുക്ക് ഹൈവേയിലൂടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയണം. 4 പേര് 5 പേര് യാത്ര ചെയ്യുമ്പോൾ ഉള്ള പെർഫോമൻസ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഒട്ടനവധി ഡ്രൈവിംഗ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഈ മൈലേജ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ വന്നത് മലമ്പുഴയുടെ ഒരു ഭാഗത്ത് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. അപ്പോൾ വെറുതെ ആൾട്രോസ് മാത്രമായിരിക്കരുത്, അല്ലെങ്കിൽ കുറച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോയും സത്യസന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിവേ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പാലക്കാടിൻ്റെ അടുത്ത് നെല്ലിയാമ്പതി, ഇത് സുബേർ ആ സ്ഥലത്ത് നിന്ന് യൂട്യൂബിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ സഹായിച്ചത് ഇദ്ദേഹമാണ്. എന്തായാലും ഞാൻ മൈലേജ് നോക്കുമ്പോൾ 14.1 ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. സോ നന്നായിട്ടുണ്ട് വണ്ടിയുടെ പിക്കപ്പ്. എന്തായാലും ഇനി മോളിൽ പോയിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് പറയാം. അപ്പോൾ നോക്കോളൂ വണ്ടി നോക്കി ഇതാ നമുക്ക് നോക്കാം. 14.1 and 15 എന്തായാലും ഹിൽസിൽ 3 and 4th പോകുന്നുണ്ട്. 4th സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിറ്റി ഡ്രൈവ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, തോളിൽ കൈയിട്ട് അക്കീമ അക്കീമ തോളിൽ കൈയിട്.
ഇവിടെ നോക്ക്, ക്യാമറയിൽ നോക്കടാ. ആ അങ്ങനെ തന്നെ. പൊന്തിച്ചോളൂ. ഈ നെല്ലിയാമ്പതിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടിയായ ഈ സൂസൈഡ് പോയിൻ്റ് വരെ മാത്രമേ ഉള്ളൂ സഞ്ചാരികൾക്കുള്ള അനുവാദവും ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ആസ്വദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇനി അങ്ങോട്ടുള്ള യാത്ര വളരെ ദുഷ്കരം എന്ന് പറയുന്നുണ്ട് സുബൈർ. അതേപോലെ തന്നെ ചില ഭാഗങ്ങളൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം 2 കൈയും 2 കാലിൻ്റെ സഹായമില്ലാതെ ഇറങ്ങാനോ കയറാനോ ഈ ചെങ്കുത്തായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം മാത്രമല്ല, സഞ്ചാരികളൊന്നും അധികം വരാത്തൊരു ഭാഗം കൂടിയാണ്. ഒരു പക്ഷേ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ ഞങ്ങളുടെ കാവും വിധം ഈ യാത്രയിൽ ഞങ്ങൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യത്തോടെ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റിയോട് കൂടി. ഞങ്ങൾ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇത് സുബൈർ കേട്ടോ, യൂട്യൂബിന് പഠിച്ചുകൊണ്ടിരിക്കുക. ഈ യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ സഹായിച്ചത് ഇദ്ദേഹമാണ്. വഴികളിലൂടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ മറ്റേ ആ ഒരു മുത്തശ്ശൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതിലേ പോയി കഴിഞ്ഞാൽ മണ്ണാമ്പാറ താഴെ എത്തുമെന്ന് പറഞ്ഞു. വളരെ വെള്ളച്ചാട്ടമൊക്കെ കാണാം. നല്ല അതിപ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ്. ചെറിയൊരു അരുവി. ഒരെണ്ണം കൂടി ഉണ്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സീതാർകുണ്ടിൻ്റെ ഒക്കെ ഏകദേശം ആ ഭാഗം എത്തും. കൊല്ലംകോട് സീതാർകുണ്ട് മണ്ണാമ്പാറ പറഞ്ഞ സ്ഥലത്തെത്തും. നല്ല അതികഠിനമായ വഴികളിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 4 സുഹൃത്തുക്കളും യാത്ര ചെയ്യുന്നുണ്ട്. ഹക്കീം, ജാഫർ, സുരേഷ്, നൗഫർ. വളരെ അതികഠിനമായ വഴികളിലൂടെയാണ് നടന്നു പോകുന്നത്. തെഞ്ഞു വീണാൽ താഴെ എത്തും. ചെരുപ്പൂരി കൈപ്പെടുത്തും. താഴെ അതിനിപ്പോൾ മണ്ണാമ്പാറ എത്തും. പറയാൻ പറ്റില്ല, ചിലപ്പോൾ പുലിയും കുള്ളനരിയൊക്കെ എത്തും. ഒരാളെ കാണാനില്ല, നൗഫൽ എന്ന് പറഞ്ഞ ആളെ. സുരേഷ് അവിടെ ഓളിയിട്ടുകൊണ്ടിരിക്കുക. സുരേഷ് ഓളിയിടുന്നു. കമന്റ് ബോക്സിൽ ആരും അദ്ദേഹം ഓളി ചോദിക്കരുത്. ആ ഓളിയല്ല ഈ ഓളി, പാലക്കാടാണ് ഓളി. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിറങ്ങുന്നത്. നീ ഇവിടെ നിൽക്കും, ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം. താഴെ ഞാൻ ഇറങ്ങട്ടെ. വളരെ മോശമായ വഴികളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സമയം തെന്നി വീഴാനും വളരെ ചാൻസ് ഉണ്ട്. വളരെ കണ്ടില്ലേ, വളരെ അതികഠിനമായ പാതകളിലൂടെയാണ് ഇദ്ദേഹം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വയ്യാന്നാ പറയുന്നത്. അദ്ദേഹം അവിടെ സൈഡായി. അദ്ദേഹം വിട്ടുതരില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു തല വെച്ചിട്ടുണ്ട്. അറിയൊന്നുമില്ല, 5 കിലോമീറ്റർ താഴെ.
ഇതിലേ വരാട്ടോ, ഇത് വരെ ബാബാ അതോട് ബേജാറോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലത്തെ അവിടെ പോയിരുന്നു, അവിടെ ആ ഭാഗത്ത് അറിയിച്ചു നമ്മളെന്തൊക്കെ അത് നോക്കിയിട്ട് അവര് അവിടെ തന്നെ മുകളിൽ തന്നെ. ആ അതിന് നല്ല ഗ്രിപ്പുള്ള ഷൂവോ പാടുള്ളൂ. ഈ ഷൂവിൻ്റെ മുകളിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെല്ലിയാമ്പതി സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല എൻജോയ് ചെയ്തുള്ള ഡ്രൈവിംഗ് ആണ്, ഒരു പ്രശ്നമില്ല. ഹിൽസിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് എപ്പോൾ മൈൻഡിലുണ്ടായിരുന്നു. കാരണം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു വണ്ടി കുറച്ചുകൂടെ പിക്കപ്പ് ആയത് പോലെ തോന്നി എനിക്ക്. 3/4 നമുക്ക് സുഖമായിട്ട് കയറി പോകാനുള്ളത്. മാത്രമല്ല 14.1 ഞാൻ നേരത്തെ കാണിച്ചു. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് അല്ല, വാല്യൂ ഫോർ മണി എന്ന് പറയാം. ഓക്കെ.